വനിതാ ശൃംഗാരമേളം അവതരിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരാണ്. So please. ചെണ്ടമേളത്തിന്റെ ബഹളം കൊണ്ടാണോ എന്ന് അറിയില്ല, കയ്യടിയുടെ ശബ്ദം ഞങ്ങൾക്കിവിടെ സ്റ്റേജിൽ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിമാർക്കുള്ള കയ്യടി ഇത് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. എവിടെ നമ്മുടെ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ പ്ലീസ് നമ്മുടെ ബഹളം, നമ്മുടെ ഒച്ച, നമ്മുടെ സന്തോഷം എല്ലാവരും കേൾക്കട്ടെ. അപ്പൊ ഇതിപ്പോ ജസ്റ്റ് ഒരു തുടക്കം മാത്രമായിരുന്നു. നമുക്കിനി അങ്ങോട്ടേക്ക് ജോഡ് മറ വേണ്ടേ, കാണണ്ടേ? അപ്പൊ അതിനൊരു ഇൻട്രോ എനിക്ക് തന്നിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് നോക്കി തെറ്റിക്കാതെ വായിക്കാൻ ശ്രമിക്കാം. തെറ്റിപ്പോയാൽ പോകണം കേട്ടോ. അതികഠിനമായ ജീവിതത്തിന്റെ തിരമാലകളെ വകഞ്ഞു മാറ്റി മുന്നേറുവാൻ ആദിമ ജനതയുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ് വാമൊഴികളിലൂടെ കൈമാറി വന്ന താളങ്ങളും ചുവടുകളും അല്പസമയങ്ങൾക്കുള്ളിൽ ഈ മഹത്തായ വേദിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. മൗലികമായ ഈണങ്ങളോടും താളങ്ങളോടും വാദ്യമേളങ്ങളോടും നമുക്ക് മുന്നിൽ ഇതൾ വിരിയുന്ന ഈ ആദിമ കലകളെ ഒരു നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ആത്മാഭിമാനത്തിന്റെ ഈ 50ാം വാർഷികത്തിൽ സംസ്ഥാന പട്ടികവർഗ വകുപ്പ് വിവിധ ഗോത്ര കലകളെ സമന്വയിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു ജോടുമറ. ഇനി നമുക്കിതിങ്ങനെ അല്ലാണ്ട് ജോടുമറയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ചെറുതായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതുപോലെ 15ഓളം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പരമ്പരാഗതമായ കലാരൂപങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. ഇതിൽ പലരും ഓർമ്മിക്കുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ? മേ ബി ഇവിടെയുള്ളവരെല്ലാവരും കണ്ടിട്ടുണ്ടാവാം. ബട്ട് കാണാത്ത പേരും ഒരുപാട് പേര് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇത്രയും കലാരൂപം ഒരുമിച്ചൊരു വേദിയിൽ സമന്വയിക്കപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടായിരിക്കും കാണുക. അതിനൊരു വലിയ സന്തോഷം, വലിയൊരു താങ്ക്സ് സംസ്ഥാന പട്ടിക വർഗ വികസന വകുപ്പിനോട് ഈ ഒരു സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. ജോടുമുറയിൽ ഏറ്റവും ആദ്യമായിട്ട് പെർഫോം ചെയ്യപ്പെടുന്നത് തുടി താളം എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്. ഇത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മാവിലൻ, മലവേട്ടുവൻ ഗോത്രങ്ങളുടെ പാരമ്പര്യ വാദ്യോപകരണമായ തുടി. അപ്പോൾ വിശേഷ ആഘോഷവേളകളിലും ചില പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങളിലുമാണ് തുടി ഉപയോഗിച്ചു വരുന്നത്. മംഗലം കളി എന്ന പാരമ്പര്യ കലാരൂപത്തിന് അകമ്പടിയായി ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വാദ്യം കൂടിയാണ് തുടി. പ്രധാനമായും പാടിത്തുടി, പെരും തുടി എന്നീ 2 തുടികളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം വേദിയിലെത്തുന്നത് തുടിതാളം എന്ന കലാരൂപമാണ്.
സ്നേഹത്തോടെ വേദിയിലേക്ക് തുടിതാളം അവതരിപ്പിക്കുന്ന കലാകാരനെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് മൈക്ക് സെറ്റ് ചെയ്യാനുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ടീം ക്യാപ്റ്റന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ ഒരു ഗ്രൂപ്പ് പെർഫോമൻസിന് ശേഷം ക്യാപ്റ്റൻ എന്തായാലും നമ്മുടെ സംഘാടക സമിതിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം സ്നേഹത്തോടെ സൂചിപ്പിക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ടീം TDO കാസർഗോഡ് തുടിതാളം അവതരണത്തോടെ നമ്മുടെ ഇന്നത്തെ ജോഡുമുറ ഔദ്യോഗികമായി ആരംഭം കുറിക്കുന്നു. പ്ലീസ്.